السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا മുഹമ്മദ് وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനിവിടെ ഈ ടാഗ് ചെയ്തിരിക്കുന്നത് ആണ് നമ്മുടെ ചർച്ചാ വിഷയത്തിൽ വന്നിട്ടുള്ള ഖുറൈബിൻ്റെ ഹദീസ് എന്ന് പറയുന്ന ഹദീസ്. ഞാനിത് ഉദ്ധരിച്ചിരിക്കുന്നത് തുഹ്ഫത്തുൽ അഹ്ബദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. മുബാറക് ഫൂരിയുടെ തുഹ്ഫത്തുൽ അഹ്ബദിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം ഖുറൈബിൻ്റെ ഹദീസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും സവിസ്തരം പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഖുൽതു, ഞാൻ പറയാൻ, ഹദീസ് ഇബ്നു അബ്ബാസിൻ അല്ലദീ യശ്ഹദു ലിഖൗലിൽ അവ്വലി, അഖ്റജഹുൽ ജമാഅത്തു, ഈ ഒന്നാമത്തെ വീക്ഷണത്തിനുള്ള തെളിവായിട്ട് പറയുന്ന ഹദീസ് ഇതാണ്. ഒന്നാമത്തെ വീക്ഷണം ഏതാണ്? രണ്ട് വീക്ഷണമാണ്. ഒന്ന്, ഒരു നാട്ടിൽ കാഴ്ചയുണ്ടായാൽ ആ നാട്ടിന് മാത്രം ബാധകമാകും. ഓരോ നാട്ടിലും കാഴ്ച ഉണ്ട് എന്നുള്ള ഒന്നാമത്തെ വീക്ഷണം. രണ്ടാമത്തതോ, ഒരു സ്ഥലത്ത് കാഴ്ചയുണ്ടായാൽ ആ കാഴ്ചയുടെ വിവരം ആർക്കൊക്കെ എത്തുന്നത് അവർക്കൊക്കെ ബാധകമാകുന്നു എന്ന വീക്ഷണം. ഈ രണ്ട് വീക്ഷണമാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ വീക്ഷണത്തിനുള്ള തെളിവായിട്ടാണ് ഇബ്നു അബ്ബാസിൻ്റെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത്. അഖ്റജഹു അൽ ജമാഅത്തു ഇല്ലൽ ബുഖാരി വഇബ്നു മാജ, ഇബ്നു മാജയും ബുഖാരിയും ഒഴിച്ച് മറ്റുള്ള പണ്ഡിതന്മാരെല്ലാം, മറ്റുള്ള മുഹദ്ദിസുകളെല്ലാം ഈ ഹദീസ് റിവായത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്ന്? അൻ ഖുറൈബിൻ, ഖുറൈബിൽ നിന്നാണ് റിവായത്ത് ചെയ്തത്. ആരാണ് ഈ ഖുറൈബ് എന്ന് പറഞ്ഞാൽ? ഖുറൈബ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ അടിമയാണ്. അന്ന ഉമ്മുൽ ഫളൽ ബഅസഹു ഇലാ മുആവിയ, ഉമ്മുൽ ഫളൽ അദ്ദേഹത്തെ, അതായത് ഖുറൈബിനെ ഷാമിലേക്ക് അയച്ചു. ഇലാ മുആവിയ ബിഷാം, ഷാമിലുള്ള മുആവിയയുടെ അടുക്കലേക്ക് അയച്ചു. ഉമ്മുൽ ഫളൽ എന്ന് പറഞ്ഞാൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യയാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഫഖദിംതു ശാമ ഫഖളൈതു ഹാജതഹാ, ഉമ്മുൽ ഫളൽ എന്നെ പറഞ്ഞയച്ചതിനനുസരിച്ച് ഞാൻ ഷാമിൽ പോവുകയും അവരുടെ ആവശ്യം എന്തൊക്കെയാണോ അത് അവിടെ നിർവഹിക്കുകയും ചെയ്തു. വസ്തഹല്ല അലയ്യ റമദാനു വ അന ബിശ്ശാം, ഞാൻ ഷാമിലായിരിക്കെ റമദാൻ മാസം ഉദിച്ചു. ഫറഅയ്തുൽ ഹിലാല ലൈലത്തൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലാണ് അത് കണ്ടത് ഞാൻ. സുമ്മ ഖദിംതുൽ മദീന ഫീ ആഖിരി ശഹർ, റമദാൻ മാസത്തിൻ്റെ അവസാനത്തിൽ ഞാൻ മദീനയിലേക്ക് വന്നു. ഫസഅലനി അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നോട് ചോദിച്ചു. സുമ്മ ദക്കറൽ ഹിലാല, പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഹിലാലിനെ കുറിച്ച് ചോദിച്ചു, മാസം കണ്ടതിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല, എന്താ ചോദിച്ചത്? മതാ റഅയ്തുൽ ഹിലാൽ, നിങ്ങൾ എപ്പോഴാണ് മാസം കണ്ടതെന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, റഅയ്നാഹു ലൈലത്തൽ ജുമുഅത്തി, ഞങ്ങളത് കണ്ടത് വെള്ളിയാഴ്ച രാവിലാണ്, അഥവാ വ്യാഴാഴ്ച വൈകുന്നേരമാണെന്നർത്ഥം. ഫഖാല, അന്ത റഅയ്തഹു, നീ അത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖുറൈബിനോട് ചോദിച്ചത് എന്താണ്? നീ കണ്ടിട്ടുണ്ടോ എന്ന്. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, നഅം, അതെ, റആഹുന്നാസു, ആളുകൾ അത് കണ്ടിട്ടുണ്ട്. വസാമു, അവർ നോൽക്കുകയും ചെയ്തിട്ടുണ്ട്. വസാമ മുആവിയ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മുആവിയയും നോമ്പ് നോറ്റിട്ടുണ്ട്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാകിന്നാ റഅയ്നാഹു ലൈലത്തസ് സബ്തി, ഞങ്ങളത് കണ്ടത് ശനിയാഴ്ച രാവിലാണ്, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ കണ്ടത്. എന്നുവെച്ചാൽ ഒരു ദിവസം പിന്നിലാണ്. ഷാമിൽ കണ്ടത് ഒരു ദിവസം, അതിൻ്റെ തൊട്ട് പിന്നാ ദിവസമാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ 2 ദിവസത്തെ വ്യത്യാസം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഫലാ നസാലു നസൂമു ഹത്താ നുക്മില സലാസീന ഔ നറാഹു, 30 നോമ്പ് പൂർത്തിയാക്കുന്നത് വരെ ഞങ്ങൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 29-ന് കാണണം. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, അലാ തക്തഫി ബിറുഇയതി മുആവിയ വസിയാമി, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാഴ്ചയും അദ്ദേഹത്തിൻ്റെ നോമ്പും തന്നെ നിങ്ങൾക്ക് പോരെ എന്ന് ഞാൻ ഇബ്നു അബ്ബാസിന് റളിയല്ലാഹു തആല അൻഹുമയോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ, അത് പറ്റൂല. ഹാക്കദാ അമറന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോൾ ഈ ഹാക്കദ
ഇപ്രകാരമാണ് ഞങ്ങളോട് പറഞ്ഞതെന്നാണ്. എപ്രകാരം? എന്താണ് അതിലുള്ള സംഭവം, എന്താണ് ആ കൽപ്പന എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ, ചർച്ചകളും ധാരാളം നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഹാക്കഥ അമറന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അമറനാന, അമറനീ എന്നല്ല, എന്നോടെന്നല്ല, അമറനാ, ഞങ്ങളോട് കൽപ്പിച്ചു. അപ്പം ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ഇബ്നു അബ്ബാസിനോട് മാത്രമുള്ളൊരു കൽപ്പനയല്ല, അവിടെ ഉണ്ടായിരുന്ന സഹാബികൾപ്പെട്ട എല്ലാവരുമുള്ള കൽപ്പനയായിരിക്കണം. അങ്ങനെ നബികളുടെ കൽപ്പന ഉണ്ടെങ്കിൽ അപ്പം എന്താണ് ആ കൽപ്പന? ആ കൽപ്പന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മാത്രം അറിഞ്ഞാൽ മതിയോ? അതുപോരാ. അങ്ങനെ ഒരു കൽപ്പന ഉണ്ട് എങ്കിൽ എല്ലാവരും അറിയണം. അപ്പം ഇവിടെ ഓരോ നാട്ടിലെ ജനങ്ങൾക്കും അവരവരുടെ നാട്ടിലെ കാഴ്ചയാണ് ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി രേഖയില്ല. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയുടെ വാചകത്തിന്റെ ഉദ്ദേശം അതാകാൻ സാധ്യതയില്ല. ഇതിനെ സംബന്ധിച്ച് ഖാല അൽഖി അത്തബരി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അൽഖി അത്തബരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷാഫി പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ് ഖൗലുഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയുടെ വാക്ക്, ഹാക്കദാ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ യഹ്തമിലു, അതാകാൻ സാധ്യതയുണ്ട്. അൻ യകൂന തഅവ്വല ഫീഹി ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിനെ അദ്ദേഹം വ്യാഖ്യാനിച്ചതാവാനാണ് സാധ്യത. ഏത് ഖൗലിനെ? സൂമൂ ലിറുയത്തിഹി വഅഫ്തിറൂ ലിറുയത്തിഹി, നിങ്ങൾ കണ്ടാൽ, അത് നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക, അത് നിങ്ങൾ കണ്ടാൽ നോമ്പ് മുറിക്കുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ അദ്ദേഹം വ്യാഖ്യാനിച്ചതാകാം. അതല്ലാതെ വേറൊരു സാധ്യത അവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇതാ, നിങ്ങൾ കണ്ടാൽ എടുക്കുക, കണ്ടാൽ മുറിക്കുക എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു വ്യാഖ്യാനം നൽകിയതായിരിക്കാം. അങ്ങനെ പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇതാണ്. പിന്നെ പറയുന്നത് എന്താണ്? മദ്ഹബ് ഇബ്നു അബ്ബാസിൻ, ഇത് അതിൽ നിന്നല്ല, വേറെ എന്നാ വായിക്കണത്. മദ്ഹബ് ഇബ്നു അബ്ബാസിൻ അന്ന ദുഖൂല ശഹരി ഇന്നമാ യസ്ബുത്ത് ബിശാഹിദൈനി ലാ ബിവാഹിദ്. ഇവിടെ ഖുറൈബ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി മാത്രമാണ് ഈ മാസം കണ്ടു എന്ന് പറയുന്ന വിവരമായിട്ട് വരുന്നത്, ഇബ്നു അബ്ബാസിൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. മദ്ഹബ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ വീക്ഷണമനുസരിച്ച് അന്ന ദുഖൂല ശഹരി, ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നമാ യസ്ബുത്തു, അത് സ്ഥാപിതമാകുന്നത് ബി ഷാഹിദൈനി, രണ്ട് സാക്ഷികൾ ഉണ്ടാണ്, ലാ ബി വാഹിദ്, ഒരാൾ പോരാ. അപ്പോൾ ഖുറൈബ് എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ സാക്ഷ്യമായതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അത് തിരസ്കരിക്കുവാനുള്ള കാരണം. വലിദാലിക റദ്ദ ഷഹാദത ഖുറൈബിൻ, അതുകൊണ്ടാണ് ഖുറൈബിന്റെ സാക്ഷ്യത്തെ അദ്ദേഹം നിരാകരിച്ചത്. ലാ റുയതഹു, അദ്ദേഹത്തിന്റെ കാഴ്ചയേ അല്ല, അദ്ദേഹം കണ്ടോ കണ്ടില്ലേ എന്നുള്ളത് മാത്രമല്ല നിരാകരിച്ചത്. പിന്നെ എന്താ നിരാകരിച്ചത്? അദ്ദേഹം കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യം ഒരൊറ്റാളുടെ സാക്ഷ്യമായതുകൊണ്ടാണ് അത് നിരാകരിക്കുവാനുള്ള കാരണം. ലിഅന്ന ഇബ്നു അബ്ബാസ് ലം യൻഖുൽ നസ്സൽ അംരി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഹാക്കദാ അമറന എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ആ കൽപ്പന ഏത് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. ലിഅന്ന ഇബ്നു അബ്ബാസ് ലം യൻഖുൽ, അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല നസ്സൽ അംരി, ആ കൽപ്പന ഉണ്ടല്ലോ, അമറന ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞ ആ കൽപ്പന എന്താണ് എന്നതിൻ്റെ നസ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും. ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം കൽപ്പിച്ചു, എങ്ങനെ കൽപ്പിച്ചു, ഏത് വിഷയത്തിൽ കൽപ്പിച്ചു എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തേ ആകാൻ വഴിയുള്ളൂ? സൂമൂലി റുയത്തി അഫ്തിറൂലി റുയത്തി എന്ന് പറയുന്ന ആ കൽപ്പനയിൽ നിന്നും ഇബ്നു അബ്ബാസ് ചില വ്യാഖ്യാനങ്ങൾ നൽകി. ആ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായ വ്യാഖ്യാനങ്ങളാണ്. അത്ര മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ ഈ ടാഗ് ചെയ്തിട്ടുള്ള ഈ ടെക്സ്റ്റ് നോക്കുക. ഇത് ഇമാം ഷൗക്കാനിയുടെ ഉദ്ധരണിയാണ്. ഇത് തുഹ്ഫത്തുൽ അഹ്വദിയിൽ മുബാറക് ഫൂരി എടുത്തു കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ചർച്ചയുടെ ഭാഗമായി കൊടുത്തിട്ടില്ല. എന്താണ് അതിൽ പറയുന്നത്? ഖാല ഷൗക്കാനി
ഫി അന്നയിൽ നെയിലുൽ ഔത്താർ എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഇമാം ഷൗക്കാനി പറയാണ് ബഅദ ദിക്രിൽ അഖ്വാലില്ലതി ദക്കറഹൽ ഹാഫിളു മാലഫുളു. ഹാഫിള് ഇബ്നു ഹജർ അസ്കലാനി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം എടുത്തു പറഞ്ഞതിന് ശേഷം ഇമാം ഷൗക്കാനി പറയുകയാണ് വഹുജ്ജത്തു അഹ്ലി ഹാദിഹിൽ അഖ്വാലി, ഈ വിഭാഗം ആളുകളുടെ തെളിവ്. വിഭാഗം ആളുകളുടെ? ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ച അനുസരിച്ച് നോമ്പും പെരുന്നാളുമാണ് എന്ന് പറയുന്ന അഭിപ്രായക്കാരുടെ തെളിവ് ഹദീസ് ഖുറൈബിൻ ഹാദ, ഖുറൈബിൽ നിന്നുള്ള ഈ ഹദീസാണ് അവരുടെ തെളിവ്. വവജ്ഹുൽ ഇഹ്തിജാജി ബിഹി, അതുകൊണ്ട് അവർ തെളിവെടുക്കുന്ന രീതി എങ്ങനെയാണ്? അന്ന ഇബ്നു അബ്ബാസിൻ ലം യഅമൽ ബിറുയത്തി അഹ്ലി ശാം, ഷാമുകാരുടെ കാഴ്ച അനുസരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അമൽ ചെയ്തില്ല എന്നതാണ് അവരുടെ തെളിവ്. വഖാല ഫി ആഖിറിൽ ഹദീസി, ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഹഖദ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമാണ് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഫദല്ല ദാലിക അലാ അന്നഹു ഖദ് ഹഫിള മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹം നബിയിൽ നിന്നും പഠിച്ചിട്ടുണ്ട് എന്നാണ്. അന്നഹു ലാ യൽസമു അഹ്ല ബലദിൻ അൽ അമല ബിറുയത്തി അഹ്ലി ബലദിൻ ആഖർ, ഒരു നാട്ടിൽ കണ്ട കാഴ്ച അനുസരിച്ച് മറ്റുള്ള നാട്ടുകാർക്ക് അമൽ ചെയ്യൽ നിർബന്ധമാവുകയില്ല എന്ന ആശയം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വരിക. വഅലം, എന്നാൽ നീ മനസ്സിലാക്കിക്കോ, അന്നൽ ഹുജ്ജത, തെളിവ് എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹിയ ഫിൽ മർഫൂഇ മിൻ റിവായത്തി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നബിയിലേക്ക് മർഫൂ ആയി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിലാണ് തെളിവ്. ലാ ഫി ഇജ്തിഹാദിഹി, അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിലല്ല. ഈ വിഷയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ ഇജ്തിഹാദാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നല്ല, ഹാകദാ അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ആശയം മാത്രമാണ്, അല്ലാതെ നബി പഠിപ്പിച്ചതല്ല. അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്, അതിൽ നമുക്ക് തെളിവില്ല. പിന്നെ എന്തിലാ തെളിവ്? നബിയിൽ നിന്നും മർഫൂആയി വരുന്ന ഹദീസിലാണ് തെളിവ്. ലാ ഫി ഇജ്തിഹാദിഹി അല്ലദീ ഫഹിമ അൻഹു നാസു, ഒരു നബിയുടെ ഒരു ഹദീസിൽ നിന്ന് ആരെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കുന്നതിൽ നമുക്ക് തെളിവില്ല. പിന്നെ എന്തിലാ തെളിവുകൾ? നബിയുടെ വാക്കിലാണ് തെളിവുകൾ. വൽ മുശാറു ഇലൈഹി ബിഖൗലി ഹാകദ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള അദ്ദേഹത്തിന്റെ ഖൗലുണ്ടല്ലോ, ഹുവ ഖൗലുഹു പിന്നെ അതേപോലെ തന്നെ ഹുവ ഖൗലുഹു ഫലാ നസാലു നസൂമു ഹത്താ നുക്മില 30, ഞങ്ങൾ 30 പൂർത്തിയാക്കുവോളം നോമ്പ് തുടർന്നുകൊണ്ടിരിക്കും എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. വൽ അംറുൽ കായിനു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉണ്ടായിട്ടുള്ള കൽപ്പന എന്താണ്? ഹുവ മാ അഖ്റജഹു ശൈഖാനി വഗൈറുഹുമാ ബിലഫ്ദിൻ, അത് ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ളവർ വിശദീകരിച്ചിട്ടുണ്ട്. നബിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള കൽപ്പന എന്താന്നുള്ളത്. അതെന്താ? ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ, നിങ്ങൾ ഹിലാല് കാണുവോളം നോൽക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറവുഹു, അത് കാണുവോളം നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യരുത് എന്നതാണ് നബിയിൽ നിന്നുണ്ടായ കൽപ്പന. അല്ലാതെ ഓരോ നാട്ടിലും ഓരോ കാഴ്ച ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഫൈൻ ഖുമ്മ അലൈക്കും ഫഅക്മിലു അൽഇദ്ദത 30, ഇനി നിങ്ങൾക്ക് 29 മേഘം മൂടിയാൽ നിങ്ങൾ 30 പൂർത്തിയാക്കിക്കൊള്ളുക. ഹാകദാ വഹാദാ ലാ യഖ്തസു, ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, ലാ യഖ്തസു ബി അഹ്ലി നാഹിയത്തിൻ, ഏതെങ്കിലും ഒരു പ്രത്യേക നാട്ടുകാർക്കുള്ളതല്ല. അലാ ജിഹത്തിൽ ഇൻഫിറാദി, ഏതെങ്കിലും ഒരു നാട്ടുകാർക്ക് പ്രത്യേകമായി ഒറ്റക്കുള്ള ഒരു കൽപ്പനയല്ല. ബൽ മറിച്ച് ഹുവ ഖിതാബുൻ ലികുല്ലി മൻ യസ്ലുഹു ലഹു മിനൽ മുസ്ലിമീന, അത് നടപ്പാക്കാൻ കഴിയുന്ന ലോകത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും ഉള്ള കൽപ്പനയാണ്. ഫൽ ഇസ്തിദ്ലാലു ബിഹി അലാ ലുസൂമി റുയത്തി അഹ്ലി ബലദിൻ ലിഗൈരിഹിം മിൻ അഹ്ലിൽ ബിലാദി, ഒരു നാട്ടിൽ കാഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാഴ്ച മറ്റുള്ളവർക്കൊക്കെ ബാധകമാകുന്നു എന്ന ആശയമാകുന്നു അതിൽ നിന്ന് കിട്ടുന്നത്. അതാണ് അൽഹറായി കിട്ടുന്നത്. ഒരു നാട്ടിൽ കാഴ്ച ഉണ്ടായാൽ ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നോമ്പ് നിർബന്ധമാകും, എല്ലാവർക്കും നോമ്പ് നിർബന്ധമാകും എന്ന ആശയമാണ് അൽഹർ അതിൽ നിന്ന് ഏറ്റവും വ്യക്തമായി വരുന്നത്. മീനൽ ഇസ്തിദ്ലാൽ ബിഹി അലാ അദ്മിൽ ലുസൂമി, ഒരു നാട്ടിൽ കാഴ്ച ഉണ്ടായാൽ വേറെ നാട്ടിലേക്ക് ബാധകമാവുകയില്ല എന്നതിനേക്കാൾ കൂടുതൽ ഒരു നാട്ടിൽ കാഴ്ച ഉണ്ടായാൽ ആ കാഴ്ച ലോകത്തെല്ലാവർക്കും ബാധകമാകുന്നു എന്ന ആശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിൽ വരുന്നത്. ലിഅന്നഹു ഇദാ റആഹു അഹ്ലു ബലദിൻ
ഫഖദ് റആഹുൽ മുസ്ലിമൂന. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു കാഴ്ചയുണ്ടായാൽ അത് ലോകത്ത് മുസ്ലിമീങ്ങൾ മുഴുവനും കണ്ടതുപോലെയാണ്. ഫയൽസമു ഗൈറഹും മാ ലസിമഹു. അപ്പോൾ കണ്ട നാട്ടിലെ ആളുകൾക്ക് ബാധകമായ നിർബന്ധ ബാധ്യത പോലെ തന്നെ അത് കണ്ടിട്ടില്ലാത്ത നാട്ടിലെ ജനങ്ങൾക്കും അത് ബാധകമായി. ഇതാണ് ഷൗക്കാനി ഈ വിഷയത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നുള്ള ഹദീസിനെ സംബന്ധിച്ച് അത് ഇബ്നു അബ്ബാസിന്റെ ഇജ്തിഹാദാണ്. ആ ഇജ്തിഹാദിൽ നമുക്ക് തെളിവില്ല. തെളിവ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മർഫൂആയ ഹദീസാണ്. മർഫൂആയ ഹദീസ് അനുസരിച്ച് ഏത് നാട്ടിൽ കണ്ടാലും എല്ലാവർക്കും ബാധകമാകുന്നു എന്ന ആശയമാകുന്നു കിട്ടുക. ഇതാണ് ഷൗക്കാനി പറയുന്നത്.